അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രിമിനൽ ലോസിൽ വന്ന റിഫോംസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ടിൽ വന്ന മാറ്റങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സെഷനിലൂടെ നിങ്ങളുടെ ജേണി ഈസി ആക്കി തരാണ് ടോട്ട്സ് അക്കാഡമി. ഹലോ ഫ്രണ്ട്സ്, റീസെൻ്റ്ലി നടന്ന GNCTD അമെൻമെൻറ്റ് ആക്ട് 2023 കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം നോക്കാം. ന്യൂഡൽഹി, NCT ഓഫ് ഡൽഹി, ഡൽഹി NCR, എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ന്യൂഡൽഹി എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരം, ഇത് ക്യാപിറ്റൽ സിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിയോ, അരവിന്ദ് കെജ്രിവാളൊക്കെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അതാണ് NCT ഓഫ് ഡൽഹി, അതായത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. നമ്മുടെ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ ഒഫീഷ്യൽ നെയിമാണത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡൽഹി NCR, അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ? ഡൽഹി എന്ന യൂണിയൻ ടെറിട്ടറിയും അടുത്തുള്ള 3 സംസ്ഥാനങ്ങൾ, അതായത് ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളുടെ ഡൽഹിക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ട്രിക്റ്റുകളോട് ചേരുന്ന ഒരു പ്ലാനിംഗ് റീജിയനാണ് ഡൽഹി NCR. നമ്മുടെ GNCTD അമെൻമെൻറ്റ് ആക്ട് 2023 നമ്മുടെ NCT ഓഫ് ഡൽഹിനെ സംബന്ധിച്ചിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ NCT ഓഫ് ഡൽഹിയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം, അതിൻ്റെ എങ്ങനെയാണ് എവല്യൂഷൻ വന്നതെന്ന്. 1951 സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹി ഒരു പാർട്ട് സി സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് മുന്നേ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന രീതിയിലൊരു കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ. പിന്നീട് അത് ഇല്ലാതായി മാറി. അതിനുശേഷം 1952 ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്രിയേറ്റ് ചെയ്യുകയാണ് ഡൽഹിയിൽ, ഒരു ചീഫ് മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റൊക്കെ വെച്ചിട്ട്. 56 നമുക്കറിയാം കേരള രൂപീകരണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നു. ആ ആക്ടിൻ്റെ അണ്ടറിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹി ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് 66 ഒരു ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ആക്ട് വരുന്നുണ്ട്. ഈ ആക്റ്റും ഡൽഹിയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വന്ന് 91 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നു. ആർട്ടിക്കിൾ 239AA എന്നൊരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. പിന്നെ GNCTD ഒരു ആക്ട് കൊണ്ടുവരുന്നുണ്ട് 1991. അതായത് ഗവൺമെൻറ് ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണർ വേണമെന്നും അതിൻ്റെ അണ്ടറിൽ ചീഫ് മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് വേണമെന്നും ഒക്കെ വെച്ചിട്ട് ഉള്ള പ്രൊവിഷനുള്ള ഒരു ആക്ടായിരുന്നു നമ്മുടെ ഈ GNCTD ആക്ട്. അത് 2021 അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ 2023 അമെൻഡ് ചെയ്തു. എന്തായിരുന്നു ഈ റീസെൻറ്റ് അമെൻമെൻറ്റ്? നമുക്ക് നോക്കാം. GNCTD ആക്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട്, അതാണ് GNCTD ആക്ട്. എന്താണ് GNCTD ആക്ടിൻ്റെ പ്രധാന മാൻഡേറ്റ്? ഇറ്റ് ലേസ് ഡൗൺ ദ ഫ്രെയിംവർക്ക് ഫോർ ദി ഫംഗ്ഷനിങ് ഓഫ് ദ ഡൽഹി അസംബ്ലി ആൻഡ് ദ ഡൽഹി ഗവൺമെൻറ്. ഡൽഹി ഗവൺമെൻറ്റിൻ്റെയും ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും അതിൻ്റെ ഒരു ഫംഗ്ഷനിങ്ങിനും വർക്കിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് കൊടുക്കുന്നതാണ് GNCTD ആക്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡൽഹി ലെജിസ്ലേച്ചറിൻ്റെ പവർ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ ഡൽഹി ലെജിസ്ലേച്ചർ? സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലുമുള്ള 3 കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സബ്ജക്ട്സിനും ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പവറുണ്ട് ലെജിസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 എക്സെപ്ഷൻസ്? പോലീസ്, പബ്ലിക് ഓർഡർ, ലാൻഡ്. ഈ 3 സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി കൺകറൻറ്റ് ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സബ്ജക്റ്റിലും ലെജിസ്ലേറ്റ് ചെയ്യാൻ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പവറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡൽഹി ഒരു UTയും കൂടെ ആണല്ലോ, അതായത് യൂണിയൻ ടെറിട്ടറിയും കൂടെ ആണ്. അപ്പോൾ പാർലമെൻറ്റിന് കുറച്ച് പവറുണ്ട്. അപ്പോൾ പാർലമെൻറ്റിന് ക്യാൻ ലെജിസ്ലേറ്റ് ഓവർ ഓൾ മാറ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് റിലേറ്റഡ് ടു ഡൽഹി. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് 2 ആൾക്കാർക്കാണ് ലെജിസ്ലേറ്റീവ് പവർ. ഒന്ന് ഡൽഹി ഗവൺമെൻറ്റിനും ഒന്ന് പാർലമെൻറ്റിനും. ഡൽഹി ഗവൺമെൻറ്റിന് 3 കാര്യങ്ങൾ ഒഴിച്ച്, ഏതൊക്കെ? പോലീസ്, പബ്ലിക് ഓർഡർ, ലാൻഡ്, ഇതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും. പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യത്തിലും ഡൽഹിയെ സംബന്ധിച്ച് ലെജിസ്ലേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഡൽഹിയിലെ സിവിൽ സർവൻസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ട്രാൻസ്ഫർ തുടങ്ങിയ സർവീസ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആയിരുന്നു. ലെഫ്റ്റനൻറ്റ് ഗവർണറാണോ, ചീഫ് മിനിസ്റ്റർ ആണോ, അതോ സെൻട്രൽ ഗവൺമെൻറ് ആണോ? അങ്ങനെ ഇതൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർലമെൻറ്റ് GNCTD ആക്ട് 2023 കൊണ്ടുവരികയും അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ പേര്? നാഷണൽ ക്യാപിറ്റൽ സിവിൽ സർവീസസ് അതോറിറ്റി, NCCSA. ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ കൊണ്ടുവന്നു ഈ ഡൽഹിയിലുള്ള സർവീസസിൻ്റെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്? ഇതിൻ്റെ കമ്പോസിഷൻ ഓഫ് NCCSA. ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ആണ് ചെയർപേഴ്സൺ. ഇതിൻ്റെ വേറെ 2 മെമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദി ഡൽഹി ഗവൺമെൻറ് ഒരു മെമ്പറാണ്. ചീഫ് സെക്രട്ടറി ഓഫ് ദി ഡൽഹി ഗവൺമെൻറ് മറ്റൊരു മെമ്പറാണ്. അപ്പോൾ ഇതൊരു 3 മെമ്പർ കമ്മിറ്റിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ് ക്രിയേറ്റഡ് ബൈ GNCTD അമെൻമെൻറ്റ് ആക്ട് 2023. ഈ പറഞ്ഞ നാഷണൽ ക്യാപിറ്റൽ സിവിൽ സർവീസ് അതോറിറ്റിയുടെ മാൻഡേറ്റ് എന്താണ്? നമുക്ക് നോക്കാം. ഇറ്റ്സ് മാൻഡേറ്റ് ഈസ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദി ലെഫ്റ്റനൻറ്റ് ഗവർണർ. ഏതൊക്കെ കാര്യത്തിൽ? ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, വിജിലൻസ് ആൻഡ് അതർ ഇൻസിഡൻഷ്യൽ മാറ്റേഴ്സ്. സോ ഇവിടെ ഒരു വേർഡ് ശ്രദ്ധിക്കുക, റെക്കമെൻഡേഷൻസ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും ഇതൊരു റെക്കമെൻഡേറ്ററി ബോഡിയാണ്, LGക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന അതോറിറ്റിയിൽ ഡിസിഷൻസ് എടുക്കുന്നത്? 3 മെമ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള മാറ്റേഴ്സ് ഇസ് ഡിസൈഡഡ് ബൈ ദ മജോറിറ്റി ഓഫ് വോട്ട്സ് ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. 3 പേരിൽ 2 പേരെങ്കിലും
അതായത് 2/3 മജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് ഇതിനകത്ത് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെമ്പേഴ്സിൽ ആരൊക്കെയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. ചെയർമാൻ ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി. ഇനി ബാക്കിയുള്ള 2 മെമ്പേഴ്സിൽ ഒരാളാരാണ്? ചീഫ് സെക്രട്ടറി ഓഫ് ഡൽഹി ഗവൺമെൻറ്. മറ്റൊരാളോ പ്രിൻസിപ്പൽ ഹോം സെക്രട്ടറി ഓഫ് ഡൽഹി ഗവൺമെൻറ്. ഈ പറയുന്ന 2 സെക്രട്ടറിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡൽഹി ഗവൺമെൻറ് അല്ല, മറിച്ച് സെൻട്രൽ ഗവൺമെൻറ് ആണ്. മുന്നേ പറഞ്ഞത് ഇഫ് യു ക്യാൻ റീകോൾ ഈ NCCSA ഒരു റെക്കമെൻഡേറ്ററി ബോഡിയാണെന്ന് പറഞ്ഞു. സോ ഇറ്റ് എക്സ്പാൻസ് ദി ഡിസ്ക്രിഷണറി റോൾ ഓഫ് ദി ലഫ്റ്റനന്റ് ഗവർണർ. എങ്ങനെ? ഇറ്റ് ഗിവ്സ് ഹിം പവർ ടു ഐദർ അപ്രൂവ് ഓർ റിട്ടേൺ ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ഇൻ കേസ് ഓഫ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അതായത് NCCSAയും ലഫ്റ്റനന്റ് ഗവർണർ തമ്മിലൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ ആരുടെ LG's ഡിസിഷൻ വിൽ ബി ഫൈനൽ. സോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും ഇറ്റ്സ് ഓൺലി മിയർലി റെക്കമെൻഡേറ്ററി ബോഡി. LGയുടെ ഡിസിഷനാണ് ഇവിടെ ഫൈനൽ. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്